നടപ്പാതകൾ തോറും പ്രാർത്ഥനാ സ്തോത്രങ്ങളേകി ആ നല്ല നാളുകളെല്ലാം വിശ്വാസദീപം തെളിച്ചു നൽകി. ദൈവിക വചനങ്ങളാലേ രോഗികൾക്കാശ്വാസമേകി നവമൊരു ക്രൈസ്തവ സൃഷ്ടിക്കായി മാറ്റമിഴാത്തൊരു വചനമേകി. മാറ്റമിഴാത്തൊരു വചനമേകി. ദൈവവീഥിയിൽ നീതിമാനായി യേശുവിൻ പ്രിയമാനസമായി കാലത്തിൻ കാവൽ വിളക്കായി തോമാശ്ലീഹായെത്തി. ക്രിസ്തു ശിഷ്യനായ മാർത്തോമാ ശ്ലീഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തിൻ്റെ ഫലമായി ഭാരതത്തിലുടനീളം പ്രത്യേകിച്ച് കേരളത്തിൽ 7 ദേവാലയങ്ങളും തമിഴ്നാട്ടിൽ ഒരു ദേവാലയവും സ്ഥാപിച്ചതായിട്ടാണ് ചരിത്രം പറയുന്നത്. ആ 7.5 പള്ളികൾ കൊടുങ്ങല്ലൂർ, കോട്ടക്കാവ്, പാലയൂർ, കോക്കമംഗലം, കൊല്ലം, നിരണം, ചായൽ അല്ലെങ്കിൽ നിലയ്ക്കൽ, തിരുവിതാംകോട്. ആദ്യത്തെ 7 ദേവാലയങ്ങൾ കേരളക്കരയിലാണ് സ്ഥാപിതമായിട്ടുള്ളത്. എന്നാൽ അവസാനത്തെ ദേവാലയം തിരുവിതാംകോട് എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് അരപ്പള്ളിയായിട്ട് അറിയപ്പെടാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പൂർത്തിയാകാത്ത ദേവാലയമെന്ന അർത്ഥത്തിൽ അരപ്പള്ളി എന്നും, അരജപ്പള്ളി എന്നുള്ള രാജാവ് കൊടുത്ത പള്ളി എന്നുള്ള പേരിൽ അരജപ്പള്ളി എന്നും അത് അറിയപ്പെടുന്നുണ്ട്. എന്നാൽ പൊതുവെ അരപ്പള്ളിയായിട്ടാണത് കണക്കാക്കപ്പെടുന്നത്. AD 52 കപ്പൽ മാർഗം മാർത്തോമാ ശ്ലീഹ കേരളക്കരയിൽ അന്നത്തെ മലബാർ തീരത്ത് മുസീറിസ് എന്നറിയപ്പെടുന്ന തുറമുഖ പട്ടണത്തിലാണ് വന്നിറങ്ങിയത്. പെരിയാർ കടലിൽ ചെന്ന് ചേരുന്ന ഭാഗമായിരുന്നു അല്ലെങ്കിൽ ഭാഗത്തായിരുന്നു മുസീറിസ് തുറമുഖം. അതിൻ്റെ വടക്ക് ഭാഗം കൊടുങ്ങല്ലൂർ എന്ന പേരിലും ഇടതുവശത്തുള്ള സ്ഥലം നീണ്ടൂർ പട്ടണം എന്ന പേരിലും അറിയപ്പെടും. എന്നാൽ തോമാസ് ശ്ലീഹ ഭാരതത്തിൽ വരുന്ന കാലം മുസീറിസ് തുറമുഖ പട്ടണം വളരെയേറെ വാണിജ്യത്തിന് പ്രാധാന്യമർഹിച്ച ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ കൽദയായിൽ നിന്നും അല്ലെങ്കിൽ പൗരസ്ത്യ ദേശത്തു നിന്നുമൊക്കെ ഒത്തിരിയേറെ വാണിജ്യ സംബന്ധമായ ബന്ധങ്ങൾക്കായി മലബാർ തീരത്ത് പ്രധാന പട്ടണങ്ങളിൽ യഹൂദർ വന്ന് താമസം ഉറപ്പിച്ചിരുന്നു. അന്ന് കൂടുതൽ യാത്രാ സഞ്ചാരം വഞ്ചികളിലും അതോടൊപ്പം തന്നെ തോണികളിലുമൊക്കെ ആയിരുന്നു. ഇന്നത്തെ പോലെ റോഡുകളോ വാഹനങ്ങളോ ഒന്നും വന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ തുറമുഖ പട്ടണങ്ങളായിരുന്നു അന്നത്തെ വാണിജ്യ കേന്ദ്രങ്ങളായിട്ട് കണ്ടത്. അങ്ങനെ മലബാർ തീരത്ത് പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം അല്ലെങ്കിൽ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച്, കച്ചവട കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് യഹൂദരുടെ കുടിവാസമുണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ടതാണ് കൊടുങ്ങല്ലൂർ. അവിടെ യഹൂദരുടെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. തോമാസ് ശ്ലീഹ AD 52 ഭാരതത്തെ പ്രത്യേകിച്ച് കേരള തീരത്ത് വന്നു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ മരണത്തിന് ഏതാണ്ട് 19 വർഷങ്ങൾക്ക് ശേഷമാണ് പിതാവ് നമ്മുടെ നാട്ടിൽ എത്തിച്ചേരുന്നത്. അന്നു മുതൽ 20 വർഷത്തോളം അദ്ദേഹം കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. അദ്ദേഹം ആദ്യമായി സുവിശേഷം പ്രസംഗിച്ചിരിക്കുക സ്വാഭാവികമായിട്ട് യഹൂദരോടാണ്. കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്ന മാർത്തോമാ ശ്ലീഹ പറവൂരിൽ താമസിച്ചിരുന്ന യഹൂദരെ കാണുവാനായിട്ടാണ് പറവൂരിലേക്ക് വന്നത്. ആ പറവൂരിൻ്റെ പ്രാന്തപ്രദേശമാണ് കോട്ടക്കാവ് എന്ന് പറയുന്ന സ്ഥലം. ആ സമയത്ത് ഈ ദേശത്ത്
ഒരു ഉത്സവം നടക്കുകയായിരുന്നു എന്നാണ് പാരമ്പര്യം പറയുന്നത്. അദ്ദേഹവും അനുചരന്മാരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഈ ഉത്സവം നോക്കി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉത്സവത്തിൽ പങ്കെടുക്കുന്നവർ അവരെ കളിയാക്കി. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചുവെന്നും അവിടെ ഒരു കൊടുങ്കാറ്റ് വരികയും ആന ഇളകുകയും പലരും ബോധം കെട്ട് വീഴുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് ഇതിൻ്റെ നടത്തിപ്പുകാർക്ക് ഇദ്ദേഹം ഒരു ദൈവിക മനുഷ്യനാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തോട് മാപ്പപേക്ഷിച്ചു. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിതാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അമ്പലത്തിനടുത്തുണ്ടായിരുന്ന കുളത്തിൽ നിന്ന് വെള്ളമെടുത്ത് അവരുടെ മേൽ തളിക്കുകയും ചെയ്ത് അങ്ങനെ അവരെല്ലാവരും സുബോധത്തോടെ അസ്വസ്ഥതകളെല്ലാം മാറി സുബോധിതരായി തീർന്നു. പിന്നീട് നടന്ന അത്ഭുതങ്ങളും അവരെ യേശുവിലുള്ള തോമാസ് ശ്ലീഹ പ്രസംഗിച്ച യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് നയിച്ചു. നാടുവാഴികളും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അങ്ങനെ യേശുവിൽ വിശ്വസിച്ചവർ ദാനം ചെയ്ത സ്ഥലത്താണ് ഇന്ന് കോട്ടക്കാവ് പള്ളി സ്ഥാപിതമായിരിക്കുന്നത്. പൂർണ്ണമായ സ്ഥലങ്ങൾ ഇപ്പോഴത്തെ വലിയ പള്ളിയുടെ സ്ഥലങ്ങളൊന്നുമല്ല. പക്ഷേ അന്ന് ആദ്യമായി തോമാസ് ശ്ലീഹായ്ക്ക് ഒരു പള്ളി പണിയാൻ സ്ഥലം കൊടുത്തത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മാമോദിസ സ്വീകരിച്ച ഒരു കുടുംബമായിരുന്നു, ഒരു ഹൈന്ദവ കുടുംബമാണ്. അവർ ദാനം ചെയ്ത സ്ഥലത്താണ് മാർത്തോമാ ശ്ലീഹ ഒരു കരിങ്കല്ലിൽ കുരിശ് രൂപം കൊത്തി ആ കുരിശ് പ്രതിഷ്ഠിച്ചത്. അതാണ് കോട്ടക്കാവിലെ കുരിശ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കുരിശ് നൂറ്റാണ്ടുകളായി പഴയ പള്ളിയിലാണ് സൂക്ഷിക്കപ്പെട്ടിരുന്നത്. ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തിൻ്റെ ആക്രമണത്തിന് ശേഷം ഈ കുരിശ് മാറ്റി സ്ഥാപിക്കപ്പെട്ടുവെങ്കിലും 1928 പുതിയ പള്ളിയുടെ മുൻഭാഗത്തായി കിഴക്ക് ഭാഗത്തായി ഒരു കുരിശുപുര പണിത് അതിലേക്ക് ഈ കുരിശ് ഭദ്രമായി മാറ്റി സ്ഥാപിക്കപ്പെട്ടു. ആദിമസഭയിൽ ഉപയോഗിച്ചിരുന്ന കുരിശിൻ്റെ രൂപമാണത്. മാത്രമല്ല ഇതേ രൂപമാണ് പാലയൂർ കുരിശ് സ്ഥാപിച്ചപ്പോഴും അദ്ദേഹം ഇതുപോലെ തന്നെയാണ് ചെയ്തത്. അതുപോലെ കോക്കമംഗലത്ത് അദ്ദേഹം അതേ കുരിശിൻ്റെ രൂപത്തിന് വ്യത്യാസമില്ല. പുഷ്പിതമായൊരു കുരിശാണത്. ആദിമസഭയിൽ ഉപയോഗിച്ചിരുന്ന കുരിശ്, പേർഷ്യൻ കുരിശെന്ന പേരിലും അത് ആദിമസഭയിൽ അറിയപ്പെടുന്നു. കാരണം പേർഷ്യയിലൊക്കെ നിലനിന്നിരുന്ന തോമാസ് ശ്ലീഹ പോകുന്ന കാലഘട്ടത്തിൽ അവിടെ ഉപയോഗിച്ച് തുടങ്ങിയ ഒരു സിമ്പിളായിരിക്കും കുരിശിൻ്റെ പ്രതീകമായിട്ട്. ആ കുരിശിൻ്റെ സിമ്പിളാണ് അദ്ദേഹം ഇവിടെയും കൊത്തിയെടുത്തത്. കോട്ടക്കാവിലെ പഴയ ദേവാലയ പള്ളി AD 52 ആ കാലഘട്ടത്തിൽ 52ലും 54നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ഇവിടെ ഒരു ദേവാലയം പണിതു. അതാണ് ആദ്യത്തെ ദേവാലയം. തീർച്ചയായും AD 52 തന്നെ കരിങ്കൽ കുരിശ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ പള്ളി പണിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. എങ്കിലും ആ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരുപക്ഷെ ആദ്യത്തെ ദേവാലയമാണ്, പള്ളിയാണ് കോട്ടക്കാവ് പള്ളി. ആ ദേവാലയം പിന്നീട് 9ാം നൂറ്റാണ്ടിൽ മാർ സപ്പോർ ആൻഡ് അഫ്രോത്ത് എന്ന് പറയുന്ന 2 കൽദായ മെത്രാന്മാരുടെ കാലഘട്ടത്തിൽ 825 അവർ കൽദായയിൽ നിന്ന് കൊല്ലം തുറമുഖത്ത് വന്നിറങ്ങിയത്. അവിടെ നിന്നാണ് അവർ കേരളത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ആത്മീയ നേതൃത്വം ഏറ്റെടുക്കുകയും അവർ ഈ ഭാരതസഭയെ, കേരള സഭയെ നയിക്കുകയും ചെയ്തത്. അതിനു മുമ്പ് മുതൽ തന്നെ തോമാശ്ലീഹയുടെ കുറച്ച് കാലത്തിന് ശേഷം മുതൽ തന്നെ തോമാസ് ശ്ലീഹ തന്നെ സുവിശേഷം പ്രസംഗിച്ച കൽദായ സഭയുമായി കേരള സഭയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് മെത്രാന്മാർ ഇവിടെ വന്ന് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ആത്മീയ നേതൃത്വവും ആത്മീയ ശുശ്രൂഷകൾക്കുള്ള നേതൃത്വവും നൽകി സഭയെ നയിക്കുകയും വളർത്തുകയും ചെയ്തത്. AD 825 കൊല്ലത്ത് എത്തിയ മാർ സപ്പോർ ആൻഡ് അഫ്രോത്ത് എന്ന് പറഞ്ഞ 2 കൽദായ മെത്രാന്മാർ, അവർ സഹോദരങ്ങളാണ്, ട്വിൻസാണെന്ന, ഇരട്ട സഹോദരന്മാരായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവർ 2 പേരും കേരളക്കരയിലെ മാർത്തോമാ ക്രിസ്ത്യാനികളെ വർഷങ്ങൾ നയിച്ചു. അവരുടെ കാലഘട്ടത്തിലാണ് ദേവാലയങ്ങൾ, പല പഴയ ദേവാലയങ്ങൾ പുതുക്കി പണിതു. അതിലൊന്നാണ് കോട്ടക്കാവ് ദേവാലയം. അവരുടെ മരണത്തിന് ശേഷം ഈ ദേവാലയം അറിയപ്പെട്ടത് അവരുടെ പേരിലാണ്. ഈ വിശുദ്ധരുടെ പേരിൽ പല പള്ളികളും അറിയപ്പെട്ടിരുന്നു. അകപ്പറമ്പ് പള്ളിയും കോതനെല്ലൂർ പള്ളിയും ഉദയംപേർ പള്ളിയും കോട്ടക്കാവ് പള്ളിയും എല്ലാം മെത്രാന്മാരുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്.
കത്തോലിക്കാ സഭയുടെ അന്നത്തെ കത്തോലിക്കാ സഭയുടെ ക്യാനനിൽ ഔദ്യോഗികമായിട്ടുള്ള കണക്കിലും രേഖകളിലും ഈ വിശുദ്ധരുടെ പേരില്ലായിരുന്നു, ഈ മെത്രാന്മാരുടെ പേരില്ലായിരുന്നു. അതുകൊണ്ട് പള്ളിയുടെ പേര് കൊടുക്കുന്നത് വിശുദ്ധരുടെ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഉദയംപേരൂർ സൂനകദോസിൽ വെച്ച് ഈ പേരുകൾ മാറ്റാൻ നിർദ്ദേശിച്ചു. 1607 ഫ്രാൻസിസ് റോസ് മെത്രാൻ കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയായിട്ട് വാഴിക്കപ്പെട്ടു. അദ്ദേഹം 1609 ഈ പള്ളിയുടെ പേര് മാർ സപ്പോറൻ്റ് അഫ്രോത്ത് എന്നുള്ള വിശുദ്ധരുടെ പേരിൽ നിന്ന് മാറ്റി ഗർവാസിസ് ആൻഡ് പ്രോത്താസിസ് എന്ന മിലാനിലെ 2 ഇരട്ട രക്തസാക്ഷികളുടെ പേരിലേക്ക് മാറ്റി സ്ഥാപിച്ചു. അന്നു മുതൽ ഈ പള്ളി അറിയപ്പെട്ടിരുന്നത് ഗർവാസിസ് ആൻഡ് പ്രോത്താസിസ് ചർച്ച് എന്ന പേരിലാണ് കോട്ടക്കാവ് പള്ളി അറിയപ്പെട്ടത്. അവരുടെ രൂപങ്ങൾ ഇവിടെ പഴയ പള്ളിയുടെ അൾത്താരയിലെ സൈഡ് ഓൾട്ടേഴ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പഴയ ദേവാലയം രണ്ടാമത് പണിതെങ്കിലും 1308 മൂന്നാമത് പുതുക്കി പണിതു. ആ ദേവാലയത്തിൻ്റെ 1308 പണിത ദേവാലയത്തിൻ്റെ അടിത്തറ തന്നെയാണ് ഇപ്പോഴും പഴയ ദേവാലയത്തിലുള്ളത്. ബാക്കി ഭാഗങ്ങളൊക്കെ ഒരുപക്ഷെ അതിൻ്റെ അൾത്താരയുടെ ഭാഗങ്ങളും ഫ്രണ്ട് ഭാഗവും ഒക്കെ പഴയത് തന്നെയായിട്ടാണ് ചരിത്രം പറയുന്നത്. പിന്നീട് ഈ ദേവാലയം പുതുക്കി പണിതത് 1790 അത് കുറച്ചുകൂടെ വലിപ്പമുള്ള ദേവാലയമായിരുന്നു, സൗകര്യങ്ങളുള്ള മനോഹരമായ ദേവാലയം. ആ ദേവാലയത്തിൻ്റെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് ആ ദേവാലയത്തിൻ്റെ ഫോട്ടോ. ഈ 1790 പണിയപ്പെട്ട ദേവാലയം 1964 വരെ ഇവിടെ പൂർണ്ണമായും നിലനിന്നിരുന്നു. ആ പഴയ മഹിമയോടുകൂടിയ പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള ഒരു ദേവാലയമായിരുന്നു അത്. അപ്പോൾ ആ ദേവാലയത്തിൻ്റെ അൾത്താര ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അതൊന്നും നശിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇന്നത്തെ ഇപ്പോഴും കാണുന്ന ആ പഴയ പള്ളിയുടെ അൾത്താര അന്ന് പണിയപ്പെട്ടതാണ്. ആ ദേവാലയം 1964 അതിന് മേൽക്കൂര ഇടിഞ്ഞു പോയത് കേടുവന്നതുകൊണ്ട് മേൽക്കൂര പൊളിച്ചു മാറ്റി. ബാക്കി ഭാഗമാണ് നിലനിർത്തിയിരുന്നത്. എന്നാൽ പിന്നീട് 5ാം പ്രാവശ്യം ഇത് പുതുക്കി പണിതത് 2002 2000 ഇവിടെ സന്ദർശനം നടത്തിയ പിതാവ് നിർദ്ദേശിച്ചനുസരിച്ചും അരമനയിൽ നിന്ന് നിർദ്ദേശം നൽകിയതനുസരിച്ചും പഴയ പള്ളി അതിൻ്റെ പഴമയിൽ സൂക്ഷിക്കണമെന്ന നിർദ്ദേശം ലഭിച്ചതുകൊണ്ട് ഇന്നത്തെ വികാരിയച്ചനും അഹൈക്കാരന്മാരും ആളുകളും ഒത്തുചേർന്ന് ഇന്ന് കാണുന്ന ദേവാലയം 2002 പണി പൂർത്തിയാക്കി വെഞ്ചരിച്ച ദേവാലയമാണ്. ആ ദേവാലയത്തിൻ്റെ ഉൾഭാഗമെല്ലാം 1790 പണിയപ്പെട്ട ദേവാലയത്തിൻ്റെ ഭാഗങ്ങളാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. മനോഹരമായ അൾത്താരയും അതിൻ്റെ മുകളിലെ സീലിംഗ് വർക്കുകളും അതോടൊപ്പം തന്നെ സൈഡ് ഓൾട്ടറുകളും എല്ലാം പ്രത്യേകതയാർന്നതാണ്. ഇത് മാത്രമല്ല, പഴയ ദേവാലയത്തിന് ഒരു പ്രത്യേക പദവി പരിശുദ്ധ പിതാവ് ഗ്രിഗോറിയോസ് 13 മാർപ്പാപ്പ 1572 മുതൽ 85 വരെയുള്ള കാലഘട്ടത്തിലാണ് ഗ്രിഗോറിയോസ് 13 മാർപ്പാപ്പ കത്തോലിക്കാ സഭയെ നയിച്ചത്. അങ്ങനെ പരിശുദ്ധ പിതാവ് ഗ്രിഗോറിയോസ് 13 മാർപ്പാപ്പ കോട്ടക്കാവിലെ പള്ളിയുടെ അൾത്താര, പഴയ പള്ളിയുടെ അൾത്താര പ്രത്യേക പദവിയുള്ള പ്രിവിലേജ്ഡ് ഓൾട്ടർ എന്ന പദവി നൽകി പ്രത്യേക ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ രേഖകളും പള്ളിയുടെയും അതുപോലെ വത്തിക്കാനിലെ രേഖകളുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രിവിലേജ്ഡ് ഓൾട്ടറാണ്. അവിടെ അർപ്പിക്കപ്പെടുന്ന ബലികൾക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ പരിശുദ്ധ പിതാവ് കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കും ആ അനുഗ്രഹങ്ങൾ, പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാവുന്നതാണ് എന്നതാണ് ഈ തീർത്ഥകേന്ദ്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അങ്ങനെ അവസാനമായി 2002 പണി പൂർത്തിയാക്കിയ ആ പഴയ ദേവാലയം വളരെ കൃത്യതയോടെ ഇന്ന് ഒരു നിത്യാരാധന കേന്ദ്രമായിട്ടാണ് സൂക്ഷിക്കുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 7 മണി വരെ വിശ്വാസികൾക്ക് ശാന്തമായിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ വിധം ആ ദേവാലയം ക്രമീകരിച്ചിരിക്കുക. എല്ലാ സമയവും വിശ്വാസികൾ വന്ന് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്നത് കാണാൻ സാധിക്കും. ആ കരിങ്കൽ കുരിശ് കണ്ട് വണങ്ങാനും ഒപ്പം തന്നെ ആ കർത്താവിൻ്റെ സന്നിധി അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ പോകാനും ഇടയാകും.
ഈ ദേവാലയത്തിൽ തന്നെയാണ് മാർത്തോമാശ്ലീഹയുടെ ഏറ്റവും പഴക്കമുള്ള അത്ഭുത രൂപം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. 400 വർഷത്തോളം പഴക്കമുള്ള ഫ്രാൻസിസ് റോസ് മെത്രാൻ്റെ കാലത്തോളം പഴക്കമുള്ള മനോഹരമായ രൂപമാണ് ഇവിടുത്തെ അത്ഭുത രൂപമായിട്ട് വിശ്വാസികൾ കരുതുകയും വണങ്ങുകയും ചെയ്യുന്നത്. മറ്റൊരു ചരിത്രം പഴയ പള്ളിയുമായിട്ട് കാണുന്നത് കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ അധ്യക്ഷനായിരുന്ന ഫ്രാൻസിസ് റോസ് SJ എന്ന് പറയുന്ന മെത്രാപ്പോലിത്ത വളരെ കാലം കോട്ടക്കാവ് പള്ളിയുടെ പള്ളിമേടയിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്നതുകൊണ്ട് ഒത്തിരി നന്മകൾ ഈ ദേവാലയത്തിനുണ്ടായിട്ടുണ്ട്. അദ്ദേഹമാണ് പള്ളിയുടെ ചുറ്റുമതിൽ പുനർപണിതത്. മാർത്തോമാശ്ലീഹ സ്ഥാപിച്ച ദേവാലയത്തിൻ്റെ ചുറ്റുമതിൽ പുതുക്കി പണിത് അദ്ദേഹമാണ് 1609. ഇന്നും അതിൻ്റെ ഭാഗങ്ങൾ കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. പ്രധാന കവാടവും മതിലും കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ചുറ്റുമതിൻ്റെ തെക്ക് ഭാഗത്തെ മതിൽ അദ്ദേഹം ഒത്തിരി ഉയരം കൂട്ടി പണിതു സുരക്ഷിതത്വത്തിന് വേണ്ടി. അതിനാൽ അത് ആനമതിലെന്ന പേരിലാണ് ആ മതിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആക്രമണങ്ങളിൽ നിന്ന് ചെറുക്കാൻ വേണ്ടി, സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് അത്രയും ഉയരത്തിൽ വലിയ മതിൽ പണിതത്. അതും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് പുതുക്കി പണിതതാണ്. പുതുക്കി പണിതെന്ന് വെച്ചാൽ സിമെൻ്റ് കൊണ്ടെല്ലാം തേച്ച് അത് മനോഹരമാക്കിയിട്ടുണ്ട്. ഫ്രാൻസിസ് റോസ് മെത്രാപ്പോലിത്ത, മലങ്കരയുടെ മെത്രാപ്പോലിത്ത 1624 ഫെബ്രുവരി മാസം 18-ാം തീയതി രാത്രി മരണമടഞ്ഞതായിട്ടാണ് രേഖയിൽ പറയുന്നത്. ഇന്ന് ഖബറിടത്തിൽ അത് കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ടത്. അദ്ദേഹം ഇവിടെ അടക്കം ചെയ്യപ്പെട്ടു. 2024 ഫെബ്രുവരി 18 വന്നപ്പോൾ അദ്ദേഹം മരണമടഞ്ഞ് മൃതസംസ്കാരം നടത്തിയിട്ട് 400 വർഷം പൂർത്തിയായി. പ്രധാന അൾത്താരയുടെ മുൻഭാഗത്താണ് ഫ്രാൻസിസ് റോസ് മെത്രാപ്പൊലിത്തയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. സുറിയാനി ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ ലത്തീൻ മെത്രാനായിരുന്നു ഫ്രാൻസിസ് റോസ് മെത്രാപ്പൊലിത്ത. അദ്ദേഹത്തിൻ്റെ ഖബറിടം ഇവിടെ കുടികൊള്ളുന്നു എന്നതും കോട്ടക്കാവ് ദേവാലയത്തെ സംബന്ധിച്ച്, കോട്ടക്കാവ് പള്ളിയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിന് മുകളിലിട്ടുന്ന കരിങ്കൽ സ്ലാബിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏതാനും കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അത് വട്ടെഴുത്തിലാണ്. പഴയ മലയാള ലിപി, ഇന്നത്തെ ലിപിയല്ല, പഴയ തമിഴ് മലയാള ലിപിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ട്രാൻസ്ലേഷൻ അവിടെ കൃത്യമായിട്ടത് കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ. മാമോദീസ നൽകിയ കുളമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഇന്ന് തീർത്ഥക്കുളമായിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണ്. വിശ്വാസികൾ വന്ന് അതിൽ വെള്ളമെടുത്ത് തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ആ മാമോദീസ നൽകിയ മാർത്തോമാശ്ലീഹ കുളത്തിലിറങ്ങി വെള്ളമെടുത്ത് മാമോദീസ നൽകിയ സ്ഥലമാണ്. മാത്രമല്ല അദ്ദേഹം ഹൈന്ദവ വിശ്വാസികളുടെ ആചാരപ്രകാരം സൂര്യാരാധന നടത്തുമ്പോൾ വെള്ളമെടുത്ത് മേലോട്ടെറിയുന്ന പതിവുണ്ട്. ഇപ്പോൾ തോമാശ്ലീഹ അവരോട് ചോദിച്ചുവെന്നാണ് പറയുക, നിങ്ങൾക്ക് ആ എറിയുന്ന വെള്ളം ആകാശത്ത് നിർത്താൻ പറ്റുമോ? അപ്പോൾ അവർക്കത് സാധിച്ചില്ല. അപ്പോഴാണ് മാർത്തോമാശ്ലീഹ ആ കുളത്തിൽ നിന്ന് വെള്ളമെടുത്ത് ആകാശത്തിലേക്ക് എറിയുകയും ആ വെള്ളം ആകാശത്ത് നിർത്തുകയും ചെയ്തു. ഇത് കണ്ടാണ് അത്ഭുത സ്തബ്ധരായ ആ ഹൈന്ദവ വിശ്വാസികൾ മാർത്തോമാശ്ലീഹ പ്രസംഗിച്ച യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതും അവർ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതും. ഇന്ന് ആ തീർത്ഥക്കുളം കാണാൻ നമുക്ക് സാധിക്കും. അവിടെ ഇതിൻ്റെ പ്രതീകമായിട്ട് മാർത്തോമാശ്ലീഹ വെള്ളം മുകളിലേക്ക് എറിയുന്ന സ്റ്റാച്ചുവും ഒപ്പം തന്നെ ആളുകളെല്ലാം അതിശയിച്ച് നോക്കി നിൽക്കുന്ന ആ ഒരു രൂപങ്ങളും നമുക്കവിടെ, ആളുകളുടെ രൂപങ്ങളും നമുക്കവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കോട്ടക്കാവ് തീർത്ഥകേന്ദ്രത്തിലെ മാർത്തോമാ തീർത്ഥാടന കേന്ദ്രത്തിലെ രണ്ടാമത്തെ തിരുശേഷിപ്പെന്ന് പറയാവുന്നത് ഈ തീർത്ഥക്കുളമാണ്. ആദ്യത്തേത് അദ്ദേഹം സ്ഥാപിച്ച കരിങ്കൽ കുരിശാണെങ്കിൽ, അദ്ദേഹം സ്ഥാപിച്ച ദേവാലയമാണെങ്കിൽ, രണ്ടാമത്തത് അദ്ദേഹം മാമോദീസ നൽകിയ തീർത്ഥക്കുളമാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഒപ്പം തന്നെ ഈ കോട്ടക്കാവിൽ വലിയ പള്ളിയുണ്ട്. ആളുകളുടെ, വിശ്വാസികളുടെ എണ്ണം കൂടി വന്നപ്പോൾ പഴയ ദേവാലയത്തിൽ ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അവസ്ഥ വന്നു. അപ്പോഴാണ്
1911 എറണാകുളം വികാരി അപ്പസ്തോലിക്കയായിരുന്ന ലൂയിസ് പഴയപറമ്പിൽ പിതാവ് പുതിയ ദേവാലയത്തിന് കല്ലിട്ടത്. അന്ന് 1911 ജൂൺ മാസത്തിൽ അതിൻ്റെ ശിലാസ്ഥാപനം നടത്തിയെങ്കിലും അതിൻ്റെ അടിത്തറയെല്ലാം കെട്ടി അടിത്തറ പൂർത്തിയായെങ്കിലും പിന്നീട് വർഷങ്ങൾ ഈ പണി തുടരാൻ സാധിക്കാതെ കിടന്നു. പിന്നീട് 1929 പുതിയ വികാരിയായിട്ട് വന്ന പൗലോസ് അലങ്കുന്നപ്പുഴ അച്ഛൻ്റെ കാലത്ത് മറ്റ് വികാരിമാരുടെ കാലത്തും ഇത് പൂർത്തിയാക്കാനിടയായത്. അങ്ങനെ 1938 ഡിസംബർ മാസം 8-ാം തീയതിയാണ് പുതിയ പള്ളി, വലിയ പള്ളിയുടെ പണി പൂർത്തിയാക്കി വെഞ്ചരിപ്പ് കർമ്മം നടത്തിയത്. അത് സുറിയാനി കത്തോലിക്കരുടെ പ്രഥമ മെത്രാപ്പൊലിത്തയായ അഗസ്റ്റിൻ കണ്ടത്തെ പിതാവാണ് പഴയ പള്ളിയുടെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വലിയ ദേവാലയത്തിൻ്റെ ഉദാശകർമ്മം നിർവഹിച്ചതും പ്രഥമ ദീപബലി അർപ്പിച്ചതും. അതും ശിലാഫലകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദേവാലയവും മനോഹരമാണ്. ഏതാണ്ട് 9 വർഷം കൊണ്ടാണ് അതിൻ്റെ പണി പൂർത്തിയാക്കിയത്. ആ കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു പള്ളി പണിയാൻ സാധിച്ചു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. മനോഹരമായ ആർക്കിടെക്ചറൽ ഭംഗിയും അതോടൊപ്പം തന്നെ അതിശയിപ്പിക്കുന്ന അതിൻ്റെ അൾത്താരയും എല്ലാം വളരെ മനോഹരമാണ്. അതിൻ്റെ കരിങ്കൽ തൂണുകൾ, അന്ന് മെഷീനറി സിസ്റ്റമൊന്നും ഇല്ലാത്തപ്പോഴും കൈകൾ കൊണ്ട് കൊത്തി ആ കല്ലുകളൊക്കെ എടുത്ത് ഇതുപോലെ ബൃഹത്തായ തൂണുകൾ, തൂണുകൾ, സ്തംഭങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം പണി അതിൻ്റെ പുറകിൽ വന്നുവെന്ന് നമ്മൾ ചിന്തിക്കണം. ആ ദേവാലയം ഒരു അനുഗ്രഹം തന്നെയാണ്. അതിന് മധുബഹയിൽ വളരെ മനോഹരമായ മധുബഹയും അൾത്താരയും എല്ലാം വളരെ മനോഹരമാണ്. ഒപ്പം തന്നെ ആ ദേവാലയത്തിൻ്റെ മധുബഹയുടെ മുൻഭാഗത്ത് ക്രാസിയിൽ മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ ചെയ്ത അത്ഭുതം, പ്രത്യേകിച്ച് പറവൂർ കോട്ടക്കാവ് ദേശത്ത് ചെയ്ത പ്രധാന അത്ഭുതങ്ങൾ വരച്ചു വച്ചിട്ടുണ്ട്. അത് വിശ്വാസികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. ഈ വലിയ ദേവാലയത്തിലാണ് മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ളത്. മൈലാപ്പൂരിലുള്ള ചിന്നമലയിൽ വെച്ച് വധിക്കപ്പെട്ട തോമാസ് ശ്ലീഹ, അദ്ദേഹത്തിൻ്റെ കല്ലറ കുടികൊള്ളുന്ന സ്ഥലത്താണ് ഇന്ന് സാന്തോം ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഖബറിടം. എന്നാൽ പിന്നീട് ഈ ഖബറിടം നൂറ്റാണ്ടുകൾക്ക് ശേഷം എഡേസായിലേക്ക് കൊണ്ടുപോയതായിട്ടാണ് ചരിത്രം പറയുന്നത്. കാരണം എഡേസായിൽ സുവിശേഷം പ്രസംഗിച്ച തോമാസ് ശ്ലീഹയാണ്. അവിടുത്തെ രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം അനുവാദത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് തോമാസ് ശ്ലീഹായുടെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ, തിരുശേഷിപ്പുകൾ എഡേസായിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. പിന്നീട് എഡേസായിൽ അത് സുരക്ഷിതമല്ലെന്ന് കണ്ടപ്പോൾ ഇറ്റലിയിലെ ഓർത്തോണ എന്ന് പറഞ്ഞ ദേശത്തെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം സൈന്യത്തെ കൊണ്ടുപോയി അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇറ്റലിയിലെ ഓർത്തോണ എന്ന നഗരത്തിൽ കൊണ്ടുവരികയും അവിടെ ഒരു ദേവാലയം പണിത് ആ ദേവാലയത്തിൻ്റെ അൾത്താരയിൽ അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ ഓർത്തോണായി ചെന്നാൽ അവിടുത്തെ ബസിലിക്കായിൽ അൾത്താരയുടെ താഴെ ഭാഗത്തായിട്ട് മാർത്തോമാ ശ്ലീഹായുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. വലിയൊരു കാസ്കറ്റിലാണത് സൂക്ഷിച്ചിരിക്കുന്നത്, പേടകത്തിലാണത്, സ്വർണ്ണ പേടകത്തിലാണത് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തിരുശേഷിപ്പിൻ്റെ ഒരംശം, അദ്ദേഹത്തിൻ്റെ ഭൗതിക എല്ലിൻ്റെ ഒരംശമാണ് ഇവിടുത്തെ അൾത്താരയിൽ, പ്രത്യേകിച്ച് തോമാസ് ശ്ലീഹായുടെ അൾത്താരയിൽ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസികൾ ഇവിടെ വന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി തിരുശേഷിപ്പ് തൊട്ട് പ്രാർത്ഥിച്ചാണ് പോകുന്നത്. കാരണം വിശ്വാസത്തിൻ്റെ പിതാവാണ് മാർത്തോമാ ശ്ലീഹ. സംശയമുള്ളവർക്കും വിശ്വാസം പകരുന്ന ഒരു പിതാവാണത്. അദ്ദേഹം ഒരു സംശയത്തോടെ യേശുവിൻ്റെ ഉത്ഥാനത്തെ കണ്ടയാളാണ്. ഞങ്ങൾ യേശുവിനെ കണ്ടു, ഉത്ഥാനത്തിന് ശേഷം ഈശോ പ്രത്യക്ഷപ്പെട്ട അവസരത്തെ തോമാസ് ശ്ലീഹ ഇല്ലായിരുന്നുവെന്ന് യോഹന്നാൻ സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോഴദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാനത് വിശ്വസിക്കില്ല. കാരണം എൻ്റെ കണ്ണുകൊണ്ട് കാണാതെ
അദ്ദേഹത്തിൻ്റെ വിലാവിലെൻ്റെ കൈവയ്ക്കാതെ, യേശുവിൻ്റെ കൈകളിലെ ആണിയുടെ പാടുകൾ കാണാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് രണ്ടാമത് ഈശോ പ്രത്യക്ഷപ്പെട്ട് തോമാസ് ശ്ലീഹായോട് പറഞ്ഞു, നീ ഇവിടെ വരിക, എൻ്റെ വിലാവിലെ മുറിവ് നീ കാണുക, നിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് മുറിവിൽ വയ്ക്കുക, എൻ്റെ കൈകളിൽ ആണിപ്പാടുകൾ കാണുക. ഇത് പറഞ്ഞ് യേശുവിൻ്റെ ഈ വചനം കേട്ട പാടെ തോമാസ് ശ്ലീഹ അതിശയിച്ച് അവിടുത്തെ മുമ്പിൽ മുട്ടുകുത്തി താണു വീണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് തൻ്റെ വിശ്വാസം പ്രഘോഷിച്ചു. ഉദ്ധിതനായ യേശുവിലുള്ള വിശ്വാസം പ്രഘോഷിച്ചു. തോമാസ് ശ്ലീഹയുടെ തിരുശേഷിപ്പ് തൊട്ടുമുത്തുമ്പോഴും ഈ ഒരു ചൈതന്യമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വിശ്വാസത്തിൽ നമുക്ക് സംശയങ്ങളുണ്ടാകും, പക്ഷെ അവിടെയെല്ലാം തോമാസ് ശ്ലീഹയെ പോലെ യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയാനുള്ള ധൈര്യവും ശക്തിയും നമുക്കുണ്ടാകണം. അതിന് ഈ തോമാസ് ശ്ലീഹയുടെ തീർത്ഥകേന്ദ്രത്തിലേക്കുള്ള തീർത്ഥാടനം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച ഈ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ വന്ന്, അന്തരീക്ഷത്തിൽ വന്ന് ആ ദേവാലയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുമെന്നതേ സംശയമില്ല. കാരണം ആ സ്വർഗത്തിൻ്റെ ഒരു ബന്ധമുള്ള സ്ഥലമാണ് ഈ കോട്ടക്കാവ് തീർത്ഥാടന കേന്ദ്രം. ഒപ്പം തന്നെ ഇവിടെ ഒരു കുരിശുപുരയും പണിതിട്ടുണ്ട്. മാർത്തോമാ ശ്ലീഹയുടെ കാലത്ത് എങ്ങനെയായിരുന്നിരിക്കണം ആ കുരിശ് സ്ഥാപിച്ച കുരിശുപുര എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ട് പഴയ ദേവാലയത്തിൻ്റെ തെക്ക് ഭാഗത്തായി ഒരു കുരിശുപുരയും അതിലൊരു കരിങ്കൽ കുരിശും സ്ഥാപിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം, ഒരുപക്ഷെ എങ്ങനെയായിരിക്കും അന്ന് തോമാസ് ശ്ലീഹ ആ കുരിശ് സ്ഥാപിച്ചത് എന്നതിൻ്റെ ഓർമ്മയ്ക്കായി അന്ന് പെട്ടെന്നൊരു പള്ളി പണിത് അതിൽ കുരിശ് സ്ഥാപിച്ചതായിരിക്കണം. അതിൻ്റെ ഓർമ്മയ്ക്കായി ഒരു കുരിശുപുര ഇതിൻ്റെ തെക്ക് ഭാഗത്ത് പണിതിട്ടുണ്ട്. മാർത്തോമാ ശ്ലീഹായുടെ ഈ കരിങ്കൽ കുരിശ്, അദ്ദേഹം സ്ഥാപിച്ച കരിങ്കൽ കുരിശ് 1928 മുതൽ 2022 നവംബർ 27 വരെ സൂക്ഷിച്ചിരുന്നത് വലിയ പള്ളിയുടെ മുൻഭാഗത്തുള്ള കുരിശുപുര ചാപ്പലിലാണ്. ആ ചാപ്പൽ പണിതാണ് 1928 ഈ കുരിശ് കൊണ്ടുപോയി വലിയ പഴയ പള്ളിയുടെ മുൻഭാഗത്തിരുന്ന വലിയ കരിങ്കൽ കുരിശും മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച കുരിശും കൊണ്ടുപോയി സ്ഥാപിച്ചത്. മാർത്തോമാ ശ്ലീഹയുടെ കുരിശ് താഴെ മണ്ണിലാണ് കുഴിച്ചിട്ടിരുന്നത്. ആ 1928 മുതൽ ഏതാണ്ട് 90 വർഷത്തോളം അല്ലെങ്കിൽ 89 വർഷത്തോളം ആ കുരിശ് അവിടെ നിന്നത് 2022 നവംബർ മാസം 27 വിശ്വാസികളുടെയും തീർത്ഥാടകരുടെയും സൗകര്യത്തിന് വേണ്ടി ആ കുരിശ് അവിടെ നിന്ന് എടുത്ത് പണ്ട് സ്ഥാപിച്ചിരുന്ന പഴയ ദേവാലയത്തിലെ ആൾത്താരെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് വിശ്വാസികൾക്ക് വളരെ സൗകര്യപ്രദമായി ഈ തിരുക്കുരിശ് കാണാനും ഈ കരിങ്കൽ കുരിശ് മാർത്തോമാ ശ്ലീഹായുടെ കുരിശ്, മാർത്തോമാ ക്രോസ് ഓഫ് കോട്ടക്കാവ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച ഈ കുരിശ് കാണാനും വന്ദിക്കാനും തൊട്ടു പ്രാർത്ഥിക്കാനും ഒക്കെ അവസരം ലഭിക്കുന്നു. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇവിടെ സ്ഥാപിതമായിരിക്കുന്ന പണി പൂർത്തിയാക്കാത്തതായ സാന്തോസാഗ മ്യൂസിയമാണ്. മാർത്തോമാ ശ്ലീഹ കോട്ടക്കാവിലും കേരളദേശം മുഴുവനിലും പ്രവർത്തിച്ചതായ പ്രധാന അത്ഭുത സംഭവങ്ങളെ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ് സാന്തോസാഗ മ്യൂസിയം. 2014 പണി ആരംഭിച്ചെങ്കിലും ഇപ്പോഴും പണി പൂർത്തിയാകാതെ അത് നിലനിൽക്കുകയാണ്. എങ്കിലും തീർത്ഥാടകർക്ക് കാണത്തക്ക വിധത്തിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. മാർത്തോമാ ശ്ലീഹയുടെ അത്ഭുത പ്രവർത്തനങ്ങളുടെ വിവരണങ്ങൾ ചിത്രപരമായിട്ടും അതോടൊപ്പം തന്നെ കലാപരമായിട്ടും ഇതിൻ്റെ അകത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത് വിശ്വാസികൾക്കും തീർത്ഥാടകർക്കും മാർത്തോമാ അനുഭവം, അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷണ അനുഭവം സ്വന്തമാക്കാൻ ഏറെ സഹായിക്കുന്നതാണ്. പറവൂർ കോട്ടക്കാവിലെ പള്ളിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, മാർത്തോമാ ശ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനം ചിത്രീകരിക്കുന്ന വിശ്വാസ പ്രഖ്യാപന ഗ്രോട്ടോയാണ്. കർത്താവ് 8-ാം ദിവസം, ഉത്ഥാനത്തിന് ശേഷം 8-ാം ദിവസം മാർത്തോമാ ശ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ തിരുവിലാവ് കാണിച്ചു കൊടുക്കുകയും തിരുമുറിവുകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് മാർത്തോമാ ശ്ലീഹ യേശുവിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചു. അത് ആവിഷ്കരിച്ചിരിക്കുന്ന, ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഗ്രോട്ടോയാണ് പള്ളിയുടെ മുൻഭാഗത്തായി അല്ലെങ്കിൽ വടക്ക് വശത്തായി
രൂപീകരിച്ചിരിക്കുന്ന പണി തീർക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസ പ്രഖ്യാപന ഗ്രോട്ടോ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കും ഈ വിശ്വാസ അനുഭവത്തിൽ വളരാൻ ഇത് സഹായമാകും എന്നതിൽ സംശയമില്ല. അനേകർ വന്ന് ഈ ഗ്രോട്ടോയുടെ മുമ്പിൽ തോമാശ്ലീഹായെ പോലെ വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാണ് പോകാറുള്ളത്. ഇതും ഇവിടുത്തെ ഒരു വിശ്വാസ അനുഭവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. AD 52 നവംബർ 21 മാർത്തോമാശ്ലീഹ കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയതായി ചരിത്രം പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ജനങ്ങൾ മാർത്തോമാശ്ലീഹയുടെ വരവേൽപ്പ് തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്, പ്രത്യേകിച്ച് മാർത്തോമാ ക്രിസ്ത്യാനികളത് ആഘോഷിക്കുന്നത് നവംബർ 21 അതാണ് പാരമ്പര്യമായ വിശ്വാസം. ഈ ദേവാലയത്തിലെ പ്രധാനപ്പെട്ട തിരുനാൾ മാർത്തോമാശ്ലീഹയുടെ ദുഹ്റാന തിരുനാളാണ്. എല്ലാ വർഷവും ജൂലൈ 3 മാർത്തോമാശ്ലീഹ മരണമടഞ്ഞ ദിവസമാണ് ജൂലൈ 3. AD 72 ജൂലൈ 3 മാർത്തോമാശ്ലീഹ തമിഴ്നാട്ടിലെ ചിന്നമലയിൽ വച്ച് കുന്തത്താൽ കുത്തപ്പെട്ട് മരണമടഞ്ഞത്. അതിൻ്റെ ഓർമ്മയാണ് ദുഹ്റാന തിരുനാളായി എല്ലാ ക്രിസ്തീയ സഭകളും, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയും മാർത്തോമാ ക്രിസ്ത്യാനികളും ആചരിക്കുന്നത്. ഈ ദേവാലയത്തിലെ ആ തിരുനാൾ, മാർത്തോമാശ്ലീഹയുടെ ഈ ദുഹ്റാന തിരുനാൾ, ഈ ഇടവചനം മുഴുവനും അവരുടെ ഓഹരിയെടുത്ത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി, വളരെയേറെ പങ്കാളിത്തത്തോടുകൂടിയാണ് നടത്തപ്പെടുന്നത്. മാർത്തോമാശ്ലീഹായുടെ ദുഹ്റാന തിരുനാളിനോടനുബന്ധിച്ച് ഇടവകയിൽ നടത്തപ്പെടുന്ന ഏറ്റവും ആഘോഷപൂർണമായ ഒരു കാര്യം പിതാവിൻ്റെ ഓർമ്മയ്ക്കും ബഹുമാനത്തിനുമായി നടത്തപ്പെടുന്ന ഊട്ടുനേർച്ചയാണ്. 10,000 പങ്കെടുക്കുന്ന ഈ ഊട്ടുനേർച്ച ഇടവജനങ്ങളുടെ മുഴുവൻ സഹകരണത്തോടും ഓഹരി പങ്കാളിത്തത്തോടും കൂടിയാണ് നടത്തപ്പെടുന്നത്. അന്നേ ദിവസം തന്നെ മറ്റൊരു കാര്യം ഇവിടെ നടത്തപ്പെടുന്നത്, മാർത്തോമാശ്ലീഹ ജ്ഞാനസ്നാനം നൽകിയ തീർത്ഥക്കുളത്തിനടുത്ത് വെച്ച് ഇവിടെ വരുന്ന തീർത്ഥാടകർ എല്ലാവരും തന്നെ അവരുടെ മാമോദീസ വ്രതങ്ങൾ നവീകരിക്കുന്ന ഒരു വിശുദ്ധ പാരമ്പര്യവും ഇവിടെ നിലനിൽക്കുന്നു. അന്നിവിടെ എത്തുന്ന തീർത്ഥാടകരെ എല്ലാം വിശുദ്ധ ജലം കുരിശടയാളത്തിൽ തളിച്ച്, അവരുടെ മേൽ തളിച്ച്, വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശടയാളം വരച്ച് അവരുടെ മാമോദീസ വ്രതങ്ങൾ നവീകരിച്ചാണ് തിരിച്ചയക്കുന്നത്. മാർത്തോമാശ്ലീഹയുടെ മറ്റൊരു തിരുനാൾ ഈ ദേവാലയത്തിൽ നടത്തപ്പെടുന്നത് ഉയർപ്പ് തിരുനാളിന് ശേഷം വരുന്ന പുതുഞായർ തിരുനാളാണ്. ഉയർപ്പ് തിരുനാളിന് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് പുതുഞായറായിട്ട് ആചരിക്കുന്നത് സാർവത്രിക സഭയിൽ. അത് സിറോ മലബാർ സഭ മാർത്തോമാ ഞായറായിട്ടാണ് ആചരിക്കുന്നത്. കാരണം മാർത്തോമാശ്ലീഹ തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ ഞായറാഴ്ചയാണത്. ഈശോ ഉദ്ധാനം ചെയ്ത ഞായറാഴ്ച തന്നെ, ആ ദിവസം തന്നെ, സാബത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അന്ന് തോമാശ്ലീഹ ഇല്ലായിരുന്നു. എന്നാൽ ഈശോ തോമാശ്ലീഹയും ശിഷ്യന്മാർക്കും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടത് അടുത്ത ഞായറാഴ്ചയാണ്. ഉയർപ്പിൻ്റെ അടുത്ത ഞായറാഴ്ച അവരെല്ലാവരും ഒന്നിച്ചുകൂടിയിരിക്കുമ്പോഴാണ് ഈശോ അവരുടെ മധ്യേ ചെന്ന് തോമാശ്ലീഹയെ വിളിച്ച് തൻ്റെ വിലാവ് കാണിച്ചു കൊടുക്കുകയും തിരുമുറിവുകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്ത് അവനെ വിശ്വാസത്തിലേക്ക് നയിച്ചത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഇടവകയിൽ പുതുഞായർ ആചരിക്കുന്നത്. അത് പഴയ പള്ളിയിൽ വെച്ച് തന്നെയാണ് അന്നത്തെ തിരുക്കർമ്മങ്ങളെല്ലാം നടത്തപ്പെടുന്നത്. അതും ഈ ഒരു വിശ്വാസ പൈതൃകം ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്ന തിരുനാളാണ്. പിന്നീട് വരുന്നത് സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശിൻ്റെ തിരുനാളാണ്. അത് മാർത്തോമാശ്ലീഹ സ്ഥാപിച്ച ആ കരിങ്കൽ കുരിശ്, ആ സ്ഥാപിച്ച കുരിശിൻ്റെ ഓർമ്മ ആചരിക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ തിരുനാൾ ഈ ഇടവകയിൽ നടത്തപ്പെടുന്നത്. അങ്ങനെ 3 പ്രധാന തിരുനാളുകളാണുള്ളത്. ദുഹ്റാന തിരുനാളും പുതുഞായർ തിരുനാളും സെപ്റ്റംബർ 14 ആഘോഷിക്കുന്ന വിശുദ്ധ കുരിശിൻ്റെ തിരുനാളും. ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ഇവിടുത്തെ നേർച്ചയായ മട്ടം എഴുന്നള്ളിപ്പാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നേർച്ച. മാർത്തോമാശ്ലീഹ ഉപയോഗിച്ചിരുന്ന മട്ടം, പണിക്കായി ഉപയോഗിച്ചിരുന്ന മട്ടം, അദ്ദേഹം കുന്തത്താൽ കുത്തപ്പെട്ടവന് മരിച്ചതായതുകൊണ്ട് കുന്തത്തിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ള കുന്തം, അതോടൊപ്പം തന്നെ വിരലുകൊണ്ട് യേശുവിൻ്റെ വിലാവിൽ തൊട്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈപ്പത്തിയുടെ ഒരു ചിഹ്നം, അങ്ങനെ 3 ഉൾക്കൊള്ളുന്നതാണ്
മട്ടം എഴുന്നള്ളിപ്പിലെ വിശ്വാസികൾ എഴുന്നള്ളിക്കുന്ന 3 കാര്യങ്ങൾ. ഈ മട്ടം എഴുന്നള്ളിച്ച് തിരുക്കുരിശിൻ്റെ മർത്തമാസിക സ്ഥാപിച്ച് കുരിശ് പ്രതിഷ്ഠിച്ചിരിക്കുന്ന അൾത്താരയിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ചാണ് ഇവിടെ വരുന്ന തീർത്ഥാടകർ പോകുന്നത്. ഒത്തിരിയേറെ അനുഭവങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഉദ്ദിഷ്ടകാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. ഭവനത്തിൻ്റെ പണികൾ, അസാധ്യമായ കാര്യങ്ങൾ സാധ്യതമാകുന്ന അനുഭവം, ഇങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വിശ്വാസികൾക്ക് ലഭിക്കുന്നതായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തീർത്ഥാടനത്തിൽ വരുന്ന വിശ്വാസികൾക്ക് നൽകപ്പെടുന്ന നേർച്ച കുന്തിരിക്കമാണ്. ആശീർവദിച്ച കുന്തിരിക്കം, ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന കുന്തിരിക്കം, ആ നേർച്ച കുന്തിരിക്കം കൊണ്ടുപോയി വീടുകളിൽ പുകയ്ക്കുന്നത് വഴി ആ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, ദുഷ്ടാരൂപികളുടെ ശക്തിയിൽ നിന്ന് മോചിക്കപ്പെടുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നേർച്ച. അങ്ങനെ വിശ്വാസത്തിൻ്റെ പിതാവായ മാർത്തോമാ ശ്ലീഹായെ പോലെ ഈ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിലുള്ള വിശ്വാസം സ്ഥിരതയോടെ ഏറ്റുപറയാനും എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ തിരിച്ചു പോകുവാനും ഇടയാകുന്ന വലിയൊരു വിശ്വാസ അനുഭവത്തിൻ്റെ തീർത്ഥകേന്ദ്രമായി പറവൂർ കോട്ടക്കാവ് പള്ളി നിലകൊള്ളുന്നു. അതേ ചൈതന്യത്തിൽ ഈ കോട്ടക്കാവ് പള്ളി ഇവിടെ വരുന്ന എല്ലാ തീർത്ഥാടകർക്കും വിശ്വാസാനുഭവത്തിൽ വളരാനും ശക്തി പ്രാപിക്കാനും മാർത്തോമാ ശ്ലീഹായുടെ മാധ്യസ്ഥം വഴി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആകാശമോളം യേശുവിൻ സ്നേഹം ഭാരത മണ്ണിൽ ചൊരിഞ്ഞു മാർത്തോമാ. കടലലകൾ താണ്ടി മാമലകൾ കേറി കേരളത്തിൽ വന്നു മാർഗമായി. കടലലകൾ താണ്ടി മാമലകൾ കേറി കേരളത്തിൽ വന്നു മാർഗമായി. എൻ കർത്താവേ, എൻ ദൈവമേ, വിശ്വാസദീപം തെളിച്ചിടുക. എൻ കർത്താവേ, എൻ ദൈവമേ, വിശ്വാസദീപം തെളിച്ചിടുക. എൻ കർത്താവേ, എൻ ദൈവമേ, വിശ്വാസദീപം തെളിച്ചിടുക.